കൂട്ടുകാരെ കുട്ടിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തെ അവധിക്ക് ശേഷം ആദിക്കുട്ടനും ആമിച്ചനും പൊന്നും ഒക്കെ സ്കൂളിൽ പോയി. അപ്പോൾ ആദിക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. എന്നാൽ സർപ്രൈസായിട്ട് ഞാൻ പോയി വിളിക്കാമെന്ന് വിചാരിച്ച്. ആമിച്ചനും ഭയങ്കര കരച്ചിലായിരുന്നു രാവിലെ പോയപ്പോഴേക്കും. 10 ദിവസത്തെ അവധി കഴിഞ്ഞ് പോയതിൻ്റെ ആയിരിക്കാം. അപ്പോൾ ഞാൻ അംഗൻവാടിയുടെ അടുത്തെത്തി ആദിക്കുട്ടനെ നോക്കാവേ. ആദിക്കുട്ടൻ ഉറങ്ങിയായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴേക്കും എണീറ്റ് കണ്ണു തുറക്കുമ്പോൾ എന്നെയാണ് കണ്ടത്. അപ്പോൾ സന്തോഷത്തോടെ ഓടി വരികയാണ് ആദിക്കുട്ടനും ആദിക്കുട്ടൻ്റെ കൂട്ടുകാരൻ വേറൊരു ആദിയുണ്ട്. ആദി മാത്രമേ ഉള്ളൂ അംഗനവാടിയിൽ. അപ്പോൾ അവൻ ഉറക്കമാണ്. പിന്നെ ആൻറ്റി ടീച്ചർ മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ. കുട്ടികൾ രണ്ടും ഉറങ്ങുന്നതും നോക്കിയിരിക്കുകയാണ് അവരുടെ ആൻറ്റി ടീച്ചർ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ആദിക്കുട്ടൻ ഓരോ സാധനം കാണിച്ചു തരികയാണ്. അമ്മ എലിഫൻ്റ് അവിടെയുണ്ട്, മറ്റേത് അവിടെയുണ്ട്, മൃഗങ്ങൾ ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കാണിച്ചു തരികയാണ് ആദിക്കുട്ടൻ. അപ്പോഴേക്കും ആൻറ്റി ടീച്ചർ അവൻ്റെ ടിഫിൻ പാത്രത്തിനകത്ത് അവിടെ ഉണ്ടാക്കിയ എന്തൊക്കെയോ സാധനങ്ങളും കുപ്പിയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ബാഗിനകത്ത് വെച്ച്. അങ്ങനെ ടീച്ചറിനോട് യാത്ര പറഞ്ഞ് പോരാനിറങ്ങിയപ്പോഴാണ് ആദിക്കുട്ടൻ്റെ അംഗനവാടിയിലൊരു കളിപ്പാട്ടം കണ്ടത്. അത് അവന് ഭയങ്കര പേടിയെന്നാണ് ആൻറ്റി പറയുന്നത്. എന്നാൽ കുറച്ച് നേരം അതുമായിട്ട് അവനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച്. എന്നാലും ആളുടെ പേടിയൊന്നും മാറിയില്ല. പിന്നെ ഞങ്ങൾ ടാറ്റയും പറഞ്ഞ് വേഗം പോകുന്നു. അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ വിഷമിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്ത്. അപ്പോഴേക്കും ഒരു ചേട്ടൻ ചോദിച്ചു ഇതെന്താ അമ്മേനെ കൊണ്ട് എടുപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ വേഗം താഴെ ഇറങ്ങി ബാഗ് വിട്ട് നടന്നങ്ങ് പോവുകയാണ് ആൾ. അതിനിടയ്ക്ക് മഞ്ജു ചേച്ചിനെ കണ്ട് മഞ്ജു ചേച്ചിയുടെ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് ആൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്ന് അമ്മച്ചമ്മയോടും കുഞ്ഞമ്മയോടും ഒക്കെ സംസാരിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ വന്ന സൗണ്ട് കേട്ടപ്പോൾ ഇവർ ഇറങ്ങി വരുമെന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ അമ്മക്ക് പനിയായിട്ട് കിടക്കുകയാണ്. ഇവൻ വന്നത് അറിഞ്ഞുമില്ല. പിന്നെ ആൾ തന്നെ അകത്ത് ചെന്ന് അമ്മച്ചമ്മക്കും ഉമ്മയൊക്കെ കൊടുത്ത് കുഞ്ഞമ്മേടി എന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിമാർ വരാനുള്ള ടൈമായി. ചേച്ചിമാരെ നോക്കി റോട്ടിൽ നിന്നപ്പോഴേക്കും മഞ്ജു ചേച്ചി ആദിക്കുട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സാധനം തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ സാധനവുമായി ആദിക്കുട്ടൻ വരികയാണ്. തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് സേമിയ പായസമാണ് മഞ്ജു ചേച്ചി കൊടുത്തു വിട്ടത്. അതെൻ്റെ കയ്യിൽ തന്നിട്ട് ആദിക്കുട്ടൻ അവിടെയൊക്കെ കളിച്ച് നടക്കുകയായിരുന്നു. ഇടക്കിടക്ക് വന്നു വെച്ചാൽ എന്നോട് പറയും അമ്മ പായസത്തിൻ്റെ നല്ല മണം. അങ്ങനെ നിൽക്കുമ്പോഴേക്കും ചേച്ചിമാരുടെ ഓട്ടോ വരുന്നു. അങ്ങനെ ചേച്ചിമാരെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. രാവിലെ സങ്കടം വന്ന് കരഞ്ഞ് ആണ് പോയതെങ്കിലും വൈകുന്നേരം വന്നപ്പോൾ ചിരിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ വന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ചായക്ക് ഇന്ന് പപ്സും സുഖിയനുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പായസവും കുടിച്ച് മഞ്ജുമ്മ തന്ന പായസവും കുടിച്ച് അവർ പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. കുട്ടീസിൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.